പരീക്ഷയ്ക്ക് ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ സന്തോഷിക്കണം. ഞാൻ നിങ്ങൾ പലരും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പലരുടെയും സ്കില്ല് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിത്തത്തിന് അപ്പുറം പോകാൻ പറ്റുന്ന ചില കഴിവുകളുള്ളവർ, അതിനെല്ലാം കഴിവുള്ളോ ഇവിടെയുമുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ മറ്റുള്ളവരോടൊപ്പം താരതമ്യം ചെയ്ത് കമ്പയർ ചെയ്ത് അങ്ങോട്ട് കൊണ്ട് ഇട്ടേക്കരുത്. നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റിനാണ് കുറഞ്ഞെങ്കിൽ ഓക്കെ, റിവാലുവേഷൻ മറ്റോ കൊടുത്തു. അതല്ല, ടീച്ചർമാരുടെയും പേരൻസിൻ്റെയും പുഷ് കൊണ്ട് ഒരു വിഷയത്തിന് ശ്രമിച്ചു, മാർക്ക് കുറഞ്ഞു പോയെങ്കിൽ സന്തോഷിക്കണം. കാരണം ആ വിഷയത്തിനെങ്ങാനും മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു കോഴ്സ് പഠിക്കാൻ ബാക്കിയുള്ളവർ നിങ്ങളെ നിർബന്ധിച്ചേനെ. കെമിസ്ട്രി പൊതുവെ പാടുള്ളവരാണ്. എനിക്കൊക്കെ കെമിസ്ട്രി ഭയങ്കര പാടാണ് സത്യസന്ധമായിട്ട്. എനിക്ക് ആ CH3 CHO ഒന്ന് കാണുമ്പോൾ തന്നെ തലവേദന, കാരണം തല കയറൂല. ഫിസിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണല്ലോ ഫിസിക്സ് ടീച്ചറെ കിട്ടിയത്. കെമിസ്ട്രി പാടുള്ള ഒരു കുട്ടിക്ക് കെമിസ്ട്രി K1 കിട്ടിയെന്ന് വിചാരിക്കുക. അവർ അച്ഛൻ കൊണ്ടുപോയി ചിലപ്പോൾ ഫാർമസി കോഴ്സ് കൊണ്ട് വിടും. ഫാർമസിയിലുള്ളത് എന്താ? കംപ്ലീറ്റ് കെമിസ്ട്രിയാണ്. അവിടെ പോയിട്ട് ശ്വാസം മുട്ടിയാ ചെറുക്കം മരിച്ചു പോകുന്ന സെൻസ് കരിയർ ഇല്ലാതായി മാറും. നമുക്കൊരു സംഭവത്തിന് മാർക്ക് കിട്ടിയില്ല എങ്കിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, അത് നമ്മുടെ മേഖല അല്ല എന്നുകൂടിയാണ്. പരീക്ഷകൾ നമ്മുടെ കഴിവിളക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, നമുക്ക് ഏതൊക്കെ മേഖലയിൽ കഴിവില്ല എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കണം. ചവിട്ടി പിടിച്ച് A1 നേടിക്കുന്നതിൽ അത് വലിയ കഥയൊന്നുമില്ല. അത് കുറച്ച് ഫ്ലെക്സ് വെക്കാനും ആ സമയത്തൊരു വൈബിനേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതല്ലാതൊരു മേഖലയുണ്ടെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം. ഈ ലോകത്ത് നിങ്ങളെപ്പോലെ ഒരാളില്ല, ഇനിയൊട്ട് ഉണ്ടാകാനും പോകുന്നില്ല. യു ആർ യുണീക്ക്.